ഇന്ന് മാർച്ച് 1 OTT റിലീസ് തീയതി ഉറപ്പാക്കപ്പെട്ട മലയാളം സിനിമകളുടെ ഉൾപ്പെടെ 8 OTT റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് ടൊവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തുമാണ്. ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തി മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത ഒരു ടൊവിനോ തോമസ് സിനിമയാണ്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനം ഇന്ന് നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ മാർച്ച് 8 തീയതി അടുത്തയാഴ്ച സിനിമ OTT റിലീസ് ചെയ്യും. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിലായിരിക്കും ഈ സിനിമ ലഭ്യമാകുക. രണ്ടാമത്തേത് ഇന്ന് OTT റിലീസ് ചെയ്തൊരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈഗിൾ എന്നാണ് സിനിമയുടെ പേര്. രവിതേജ് നായകനെത്തിയ സിനിമ തെലുഗു പ്രാദേശിക OTT പ്ലാറ്റ്ഫോമായ ATV വിൻ എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെയും ഒപ്പം ആമസോൺ പ്രൈമിലൂടെയും ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ സിനിമ തെലുഗു ഭാഷയിലാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. പിന്നീട് വൈകാതെ തന്നെ തമിഴ്, മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ പ്രൈമിലൂടെ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. മൂന്നാമത്തേത് നെറ്റ്ഫ്ലിക്സിന്റെ ഡോക്യുമെന്ററി സീരീസ് ആയ ദി ഇന്ദ്രാണി മുഖർജി സ്റ്റോറിയാണ്. ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഈ സീരീസ് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമാണ് സീരീസ് ലഭ്യമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ തെലുഗു സിനിമയാണ് അംബാജിപേട്ട മാരേജ് ബാൻഡ്. ചിത്രം തെലുഗു ഭാഷയിൽ മാത്രം ആഹാ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞൊരു 3 ആഴ്ചകൾക്കിടയിൽ സഭാനായകൻ ഒപ്പം തന്നെ ബ്ലൂ സ്റ്റാർ എന്നിങ്ങനെ 2 അശോക് സെൽവൻ സിനിമകളാണല്ലോ OTT റിലീസ് ചെയ്തത്. അടുത്തൊരു സിനിമ കൂടി ഇപ്പോഴത്തെ ഈ മാസം റിലീസ് ചെയ്യുകയാണ്. ഇത്തവണ OTT റിലീസുമല്ല, തിയേറ്റർ റിലീസുമല്ല, മറിച്ച് ഡയറക്റ്റ് ടെലിവിഷൻ പ്രീമിയർ ആണ്. അശോക് സെൽവൻ, ഐശ്വര്യ ലക്ഷ്മി എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന പൊൻ ഒൻഡ്രു കണ്ടേൻ എന്ന ഒരു തമിഴ് സിനിമയാണ് കളേഴ്സ് TV ചാനലിലൂടെ ഈ വരുന്ന മാർച്ച് 24 തീയതി ഡയറക്റ്റ് ടെലിവിഷൻ പ്രീമിയർ ചെയ്യുന്നത്. ആറാമത്തേതൊരു ബോളിവുഡ് കോമഡി സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. C5ലൂടെ OTT റിലീസ് ചെയ്ത സീരീസിന്റെ പേര് സൺഫ്ലവർ എന്നാണ്. സീരീസിന്റെ 2ാമത്തെ സീസണാണ് C5ലൂടെ ഹിന്ദി ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്തിരിക്കുന്നത്. 2024 ഏറ്റവും വലിയ വിജയം നേടിയെടുത്ത വമ്പൻ കളക്ഷൻ നേടിയെടുത്ത തെലുഗു സിനിമയാണല്ലോ പാൻ ഇന്ത്യൻ സൂപ്പർ ഹീറോ എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന ഹനുമാൻ. ചിത്രം നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ അടുത്തയാഴ്ച മാർച്ച് 8 തീയതി തന്നെ OTT റിലീസ് ചെയ്യും. C5 ആണ് സിനിമയുടെ OTT പ്ലാറ്റ്ഫോം. ആദ്യം തെലുഗു ഭാഷയിലും പിന്നീട് ഹിന്ദി, മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെല്ലാം തന്നെ ആഴ്ചകളിൽ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ്, 8ാമത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ് ഒരുപാട് ആഴ്ചകളായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന അബ്രഹാം ഓസ്ലറിൻ്റെതാണ്. ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ വിജയിച്ച മമ്മൂട്ടി കൂടി ഭാഗമായ സിനിമയുടെ ഒഫീഷ്യൽ OTT അപ്ഡേറ്റ് ഇപ്പോഴത്തെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ജനുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇനിയും OTT റിലീസ് ചെയ്യാൻ വൈകുമെന്നാണ് അർത്ഥം. ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ മാർച്ചിൽ OTT റിലീസ് ചെയ്യുന്ന സിനിമകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ മാർച്ച് 20 തീയതി അബ്രഹാം ഓസ്ലർ OTT റിലീസ് ചെയ്യുമെന്നാണ് ഹോട്ട്സ്റ്റാർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചാഴ്ചകൾ കൂടി ഇനിയും സിനിമയ്ക്കായിട്ട് കാത്തിരിക്കണം. മലയാളത്തിന് പുറമെ പാൻ ഇന്ത്യൻ ഭാഷകളിലായിരിക്കും സിനിമ OTT റിലീസ് ചെയ്യുക.